അമേരിക്കയിലെ കെൻറ്റക്കിൽ വിമാനം തകർന്നു വീണ് 7 പേർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രാദേശിക സമയം വൈകിട്ട് 5:15 അപകടമുണ്ടായത്. യുണൈറ്റഡ് പാഴ്സൽ സർവീസിന്റെ കാർഗോ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്തിൽ 3 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ലൂയിസ് വില്ലയിലെ മുഹമ്മദ് അലി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നതിനു പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപത്തെ വ്യാവസായിക മേഖലയിലേക്കാണ് വിമാനം വീണത്. ഇവിടെ തീ ആളിപ്പടർന്നു. റൺവേയിലൂടെ നീങ്ങുമ്പോൾ തന്നെ വിമാനത്തിന് തീ ിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് 34 വർഷത്തിന്റെ പഴക്കമുണ്ട്. വിമാനത്താവളത്തിന് വടക്കുള്ള ഒഹോയോ നദി വരെയുള്ള പ്രദേശങ്ങളിൽ ഷെൽട്ടർ ഇൻ പ്ലേസ് ഓർഡർ നൽകിയതായി ലൂയിസിലെ മെട്രോ ഏജൻസി സർവീസ് വ്യക്തമാക്കി. UPS കമ്പനിയുടെ ഉടമസ്ഥതയിൽ 1991 പുറത്തിറക്കിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ 38,000 ഗാലോൺ ഇന്ധനമുണ്ടായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പെട്രോളിയം വസ്തുക്കളുടെ റീസൈക്ലിംഗ് നടക്കുന്ന മേഖലയിൽ വിമാനം വീണതിനാൽ വലിയ തീപിടുത്തമുണ്ടായതായും 11ഓളം പേർക്ക് പരിക്കേറ്റതായും കെൻറ്റക്കി ഗവർണർ ആൻഡി ബഷീർ അറിയിച്ചു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്.